എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇതുപോലൊരു കറി ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് തയ്യാറാക്കി കഴിച്ചു നോക്കണം കേട്ടോ. വ്യത്യസ്ത രുചിയോടുകൂടി തയ്യാറാക്കിയെടുത്തൊരു കറിയാണ്. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒന്നിലധികം പച്ചക്കറികൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളിതാ ഈ ഒരു കറി ഇന്ന് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ റെസിപ്പി എങ്ങനെയാണെന്ന് എല്ലാവരും കണ്ടു നോക്കൂ. ഒരു കഷ്ണം കുമ്പളങ്ങ, അതുപോലെ ഒരു കഷ്ണം ചേന, പിന്നെ എടുത്തത് ചേമ്പാണ്. വലിയ ചേമ്പുണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കഷ്ണങ്ങൾ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ ഏത് പച്ചക്കറിയാണുള്ളത് അതെടുക്കാം കേട്ടോ. 4 തരം പച്ചക്കറി എടുക്കണമെന്നില്ല, 1-2 പച്ചക്കറിയിലും തയ്യാറാക്കിയെടുക്കാം. ഇതൊന്ന് വേവിച്ചെടുക്കണം. ഞാൻ കുറച്ച് പരിപ്പും കൂടെ വേവിച്ചെടുക്കുന്നുണ്ട്. അതിപ്പോൾ നമ്മുടെ പച്ചക്കറി വേവിക്കാൻ വയ്ക്കുമ്പം അതിൻ്റെ കൂടെയല്ല, സെപ്പറേറ്റ് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ സ്റ്റൗവിലേക്ക് മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഒന്ന് തിളച്ചതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. അവിടെ ഇരുന്ന് വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് 1-2 സാധനങ്ങൾ നമുക്കൊന്ന് വറുത്തെടുക്കണം. വെളിച്ചെണ്ണ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എരിവിനാവശ്യമായ വറ്റൽമുളക് ഞാനിപ്പോൾ ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ 1/4 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഈ ഒരു കറിയിലേക്ക് മുളക് പൊടി എടുക്കരുത് കേട്ടോ, വറ്റൽമുളക് തന്നെ എടുക്കണം. അതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം, എങ്കിലാണ് നമ്മുടെ കറിയുടെ യഥാർത്ഥ സ്വാദ് കിട്ടുള്ളൂ. അതായത് നല്ല പോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാൻ സ്റ്റൗവിൽ നിന്നൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയം കൊണ്ട് നമ്മൾ വേവാൻ വെച്ചിരിക്കുന്ന കഷ്ണങ്ങളൊക്കെ പകുതിയോളം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി അടച്ചു വെച്ചിട്ട് ഒന്നും കൂടി കുക്ക് ചെയ്യണം. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്നും കൂടി ഒന്ന് കഷ്ണം വെന്ത് കിട്ടാനുണ്ട്. അപ്പോൾ ഞാൻ അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് കുറച്ച് നാളികേരം, ഒരു കൈപ്പിടിയോളം നാളികേരം എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുക. അതുപോലെ ഇപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വറ്റൽ മുളകും ഉഴുന്നുപരിപ്പും കൂടി ചേർക്കുക. ഇനി വേണ്ടത് കുറച്ച്, അധികമൊന്നും വേണ്ട, ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം. നല്ല പോലെ ഇതൊന്ന് അരച്ചെടുക്കുക. നമ്മൾ വേവാൻ വെച്ചിരുന്ന കഷ്ണങ്ങളൊക്കെ അത്യാവശ്യം നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു കറിയിലേക്ക് ചേന എടുക്കുന്നുണ്ടെങ്കിൽ ചില ചേന വേവാനായിട്ട് കുറച്ച് താമസം ഉണ്ടാവും. അങ്ങനെ വെച്ചാൽ നമ്മൾ പരിപ്പ് വേവിച്ചെടുത്ത പോലെ സെപ്പറേറ്റ് വേവിച്ചെടുത്തോളൂ. ഇനി പരിപ്പ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. പരിപ്പ് വെന്ത വെള്ളവും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വെച്ചാൽ നമുക്ക് വേറെ ഇനി വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരില്ല. ഇനി നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ കഷ്ണങ്ങൾ ഇതുപോലെ കിടക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ തവി കൊണ്ട് നല്ല പോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല, കഷ്ണത്തോട് കൂടിയുള്ള കറിയാണ് കേട്ടോ ഒന്ന് തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി നമ്മൾക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ആ പരിപ്പും കൂടി ചേർത്തതാണല്ലോ. ഈ ഒരു സമയം കൊണ്ട് നല്ല പോലെ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ ഇതുപോലുള്ള നാടൻ കറികളാണ് കൂടുതലും ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളത്. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന കറികളാണ് കേട്ടോ. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ കണ്ടു നോക്കൂ. ഇനി നമ്മൾ അരച്ചെടുത്തുകൊണ്ട് വന്നിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുക. ഇതുപോലെ വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട്. നല്ല മഷി പോലെ അരയ്ക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ തന്നെ അരച്ചെടുക്കണം. നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ ഒരു സമയത്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് തരണേ. ഇനി നമ്മൾക്ക് എത്രയാണോ ഈ ഒരു കറിയിലേക്ക് വെള്ളം വേണ്ടത് അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഉഴുന്നുപരിപ്പൊക്കെ അരച്ചതുകൊണ്ട് നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടായിരിക്കും ഈ ഒരു കറി നമുക്ക് കിട്ടുക. വളരെ കുറച്ച് വെള്ളമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. മിക്സിയുടെ ജാറിനകത്തേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് അതാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. ഇനി ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ കറിയിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ചേർക്കണം നിർബന്ധമില്ല. തക്കാളിയും പുളിരസമൊന്നും സാധാരണ നമ്മൾ മുളകൂട്ടൽ കറിയിൽ ചേർക്കാറില്ല. പക്ഷെ തക്കാളി ചേർത്ത് കൊടുക്കുമ്പം ഒരു പുളിരസമൊക്കെ ഉണ്ടാവും. അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾക്കിത് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ചേർത്ത് കൊടുത്ത നാളികേരത്തിൻ്റെ പച്ച ടേസ്റ്റ് മാറിക്കിട്ടണം. അതുപോലെ തന്നെ തക്കാളി ഒന്ന് വെന്ത് കിട്ടണം. അടച്ചു വെച്ച് കൊടുക്കുക. ഒരു 6 മിനിറ്റ് അത്രയും ഞാനൊന്ന് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയം കൊണ്ട് കറി നമ്മുടെ ഏകദേശം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന കറിയാണ്. ചില സമയത്തൊക്കെ മിക്ക പച്ചക്കറികളുടെയും ബാലൻസ് ആയിട്ട് കുറേശ്ശെ നമ്മുടെ കയ്യിൽ കിട്ടുമല്ലേ വീട്ടിൽ. ആ ഒരു സമയത്ത് അതെല്ലാം കൂടെ അരിഞ്ഞിട്ട് ഇതുപോലൊരു കറി നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഇനി ഇതിനകത്തേക്കൊന്ന് വറുത്തിടണം. വറുത്തും കൂടി ഇടുമ്പോഴാണല്ലോ നമ്മുടെ കറിയുടെ ടേസ്റ്റ് ഒന്നും കൂടി കൂടുതലായിട്ട് കിട്ടുക. അപ്പം ഞാൻ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് കടുകും അതുപോലെ തന്നെ വറ്റൽ മുളകും കറിവേപ്പിലയും അത്രയും ചേർത്തിട്ടാണ് വറുത്തിടുന്നത്. തയ്യാറാക്കി നോക്കൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നാടൻ കറിയായിരിക്കും. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണേ.
അപ്പോൾ ഇന്നത്തെ നമ്മുടെ നാടൻ കറി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക്